മുനമ്പത്തെ മനുഷ്യരുടെ നിലവിളിക്ക് കോടതി കാതു നൽകിയിരിക്കുന്നു. 610 കുടുംബങ്ങൾ വില കൊടുത്തു വാങ്ങിയ കിടപ്പാടത്തിൽ കയ്യേറ്റത്തിന്റെ കൊടികുത്തിയ വഖഫ് ബോർഡിന് മുന്നിൽ ഇന്ത്യൻ രാഷ്ട്രീയം കുമ്പിട്ട് നിൽക്കവെയാണ് ഇരകൾക്ക് ആശ്വാസമായി കോടതി നിരീക്ഷണം. മുനമ്പത്തെ ഭൂമി വഖഫ് അല്ലെന്നും വഖഫ് ബോർഡിന്റേത് ഭൂമി തട്ടിയെടുക്കാനുള്ള തന്ത്രമാണെന്നുമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശം. വഖഫ് ട്രൈബ്യൂണലിൽ കേസ് തുടരുന്നതിനാലാണ് മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് ഉത്തരവിടാത്തതെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. മുനമ്പത്ത് കണ്ണീർ വാർത്തിട്ട് നിയമസഭയിലും പാർലമെന്റിലും വഖഫ് നിയമ സംരക്ഷണത്തിന് കൈകോർത്തവർക്ക് കൂടിയുള്ളതാണ് ഈ കോടതി നിരീക്ഷണം. ഇനി കമ്മീഷനും പഠനവും ചർച്ചയുമില്ല. അനധികൃതമായി വഖഫ് ബോർഡ് കവർന്ന റവന്യൂ അവകാശങ്ങൾ ഉടമകൾക്ക് തിരിച്ചു കൊടുക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. കോടതി വളച്ചുകെട്ടില്ലാതെ ചൂണ്ടിക്കാട്ടിയ സത്യത്തെ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ കൊണ്ട് അട്ടിമറിക്കരുത്. ഇതാണ് സമയം. മുനമ്പത്തേത് വഖഫ് ഭൂമിയെ കണക്കാക്കാൻ കഴിയില്ല. 1950 ആധാരപ്രകാരം മുഹമ്മദ് സിദ്ദിഖ് സേഠ് കോഴിക്കോട് ഫാറൂഖ് കോളേജിന് ഇഷ്ടദാനമായി നൽകിയതാണിത്. ഭൂമി തിരിച്ചെടുക്കാനുള്ള വ്യവസ്ഥ വന്നതോടെ അത് വഖഫ് അല്ലാതായി മാറി. ഇത് വഖഫായി പ്രഖ്യാപിച്ച വഖഫ് ബോർഡിന്റെ 2019 നീക്കം ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണ്. ഭൂമി കൈമാറി 69 വർഷത്തിനു ശേഷമുള്ള നടപടിയിൽ നീതീകരിക്കാനാകാത്ത കാലതാമസമുണ്ട്. വഖഫ് ട്രൈബ്യൂണലിൽ കേസ് തുടരുന്നതിനാലാണ് മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് ഉത്തരവിടാത്തതെന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ കമ്മീഷനെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്ന് കോടതി വിധിക്കുകയും ചെയ്തു. കഴിഞ്ഞ നവംബറിൽ പ്രശ്നപരിഹാരത്തിനായി സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനെ ഇക്കൊല്ലം മാർച്ചിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. ഇത് ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. 1954 വഖഫ് നിയമം പാസാക്കിയത്. കോൺഗ്രസ് സർക്കാർ 1995 വരുത്തിയ ഭേദഗതിയിലെ 40-ാം അനുച്ഛേദ പ്രകാരം ഏതെങ്കിലും സ്വത്ത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് വഖഫ് ബോർഡ് കരുതിയാൽ നിലവിലുള്ള ഏത് രജിസ്ട്രേഷൻ ആക്ടിനെയും മറികടന്ന് അത് സ്വന്തമാക്കാം. ഇരകൾ കോടതിയല്ല വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കണം. അങ്ങനെ 2019 കൊച്ചി വൈപ്പിൻ ദ്വീപിലെ മുനമ്പം വേളാങ്കണ്ണി കടപ്പുറത്തെ 610 കുടുംബങ്ങളുടെ 404 ഏക്കർ ഭൂമിയും വഖഫ് ബോർഡിന്റെ ആസ്തി വിവരത്തിൽ ഉൾപ്പെടുത്തി. 2022 ജനുവരി 13 വഖഫ് ബോർഡ് റവന്യൂ വകുപ്പിന് നോട്ടീസ് അയച്ചു. അതോടെ മുനമ്പംകാർക്ക് തങ്ങളുടെ ഭൂമിക്ക് കരമടയ്ക്കാൻ സാധിക്കാതെയായി. കേസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലെത്തിയപ്പോൾ സർക്കാർ തീരുമാനിച്ചതനുസരിച്ച് കുടുംബങ്ങൾക്ക് കരമടയ്ക്കാമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുകയും റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ 2022 ഡിസംബർ 27 ഡിവിഷൻ ബെഞ്ചിലെത്തിയപ്പോൾ വഖഫ് ഭൂമി കൈവശപ്പെടുത്തിയവർക്കാണ് കരമടയ്ക്കാൻ അനുവാദം കൊടുത്തതെന്ന് പ്രോസിക്യൂട്ടർ നിലപാട് മാറ്റി. ഇത് സർക്കാർ അറിയാതെയാണോ? അതോടെ കരമടയ്ക്കൽ കോടതി റദ്ദാക്കി. അത് പുനഃസ്ഥാപിക്കാനുള്ള അവസരമാണ് 10-ാം തീയതിയിലെ കോടതി പരാമർശത്തിലൂടെ സർക്കാരിന് കൈവന്നിരിക്കുന്നത്. മതേതരത്വത്തിന്റെ മൂടുപടമിട്ട് ഇന്ത്യൻ രാഷ്ട്രീയ മതമൗലികവാദ പുരകളിലേക്ക് നടത്തിയ അബദ്ധസഞ്ചാരങ്ങളുടെ സൃഷ്ടിയായിരുന്നു വഖഫ് നിയമം. നിരവധി മനുഷ്യരെ അത് വഴിയാധാരമാക്കുകയും പൊതുമുതലുകൾ കവരുകയും ചെയ്തു. ഒടുവിൽ മുനമ്പത്തെ ഇരകൾ സ്വന്തം മണ്ണിന് വേണ്ടി നിലവിളിക്കുമ്പോഴും ആ മതേതര വിരുദ്ധ നിയമത്തിന്റെ ഒന്നാം ഉത്തരവാദിയായ കോൺഗ്രസ് പാർട്ടി തങ്ങളുടെ സൃഷ്ടിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വഖഫ് നിയമത്തിലെ കയ്യേറ്റാവകാശത്തിന്റെ വാറോലയുമായി മുനമ്പത്തെത്തിയ വഖഫ് ബോർഡിനെ നിയന്ത്രിക്കാനാകാത്ത CPM ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളും ഇരയ്ക്കൊപ്പമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വേട്ടക്കാരനൊപ്പം ഓടി. സമരപ്പന്തലിലേക്ക് BJP എത്തിയത് രാഷ്ട്രീയ സാധ്യതകളുടെ ആഹ്ലാദത്തെ ഉള്ളിൽ ഒളിപ്പിച്ച് മാത്രമായിരുന്നെന്ന് മുനമ്പത്തെ തൊടാതെ അവർ പാസാക്കിയ വഖഫ് ഭേദഗതി നിയമം വെളിപ്പെടുത്തി. പതിയെ മതേതര ജനാധിപത്യ ജോലികൾ തുടരാൻ പാർട്ടിക്കാർ മുനമ്പം വിട്ടു. പക്ഷേ വഖഫ് ഇരകൾക്ക് പോകാൻ ഇടമില്ലായിരുന്നു. രാഷ്ട്രീയ പിന്തുണയുള്ള വഖഫ് ബോർഡ് പ്രാകൃത നിയമത്തിന്റെ കുതിരപ്പുറത്തേറി വന്നെങ്കിലോ എന്ന ആധിയിൽ അവർ സമരപ്പന്തലിൽ ഉറങ്ങാതെയിരുന്നു. ഈ കോടതി വിധി നിഷ്ക്രിയ നിയമം കവർന്ന മുനമ്പം ജനതയുടെ നഷ്ടജീവിതത്തെ തിരിച്ചുപിടിക്കാനുള്ളതാണ്. ഇതിനിടെ കയ്യേറ്റ വകുപ്പുകൾ ഉൾപ്പെടെ റദ്ദാക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തെ കോൺഗ്രസും CPM ഉൾപ്പെടെ അടച്ചെതിർത്തു. മുനമ്പത്ത് അവർ വാരിപ്പൂശിയ മതേതരത്വത്തിന്റെ നിറങ്ങൾ പാർലമെന്റിൽ ഒലിച്ചുപോയി. BJPക്ക് അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഒരു മുസ്ലിം രാജ്യത്ത് പോലും ന്യായീകരിക്കാനാവാത്ത കയ്യേറ്റ വകുപ്പുകളാണ് അവർ ഭേദഗതി ചെയ്തതിലേറെയും. ഇതിനെതിരെ 140 ഹർജികളാണ് സുപ്രീം കോടതിയിൽ എത്തിയത്. പക്ഷേ മുനമ്പത്ത് ഭൂമി തട്ടിയെടുക്കാൻ സഹായിച്ച 40-ാം വകുപ്പിന്റെ ഭേദഗതി ഉൾപ്പെടെയുള്ളവ കോടതി റദ്ദാക്കിയില്ല. വർഗീയ ധ്രുവീകരണത്തെ പോലെ തന്നെ വോട്ടിന് വേണ്ടിയുള്ള പ്രീണന രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയത്തെ മലിനമാക്കിയെന്ന് തെളിയിക്കുന്നതാണ് മുനമ്പം ഭൂമി തട്ടിപ്പ് കേസ്. വഖഫ് നിയമം ഭേദഗതി ചെയ്തതോടെ രാജ്യത്തൊരിടത്തും മുനമ്പം ആവർത്തിക്കില്ല. പക്ഷെ അതിന് മുൻകാല പ്രാബല്യം ഇല്ലാതെ വന്നതോടെ മുനമ്പം ഇരകൾ നിരാശയിലായിരുന്നു. അപ്പോഴാണ് രാഷ്ട്രീയം തടഞ്ഞ നീതിയെ കോടതി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. അന്തിമമായി പറഞ്ഞാൽ ഇന്ത്യയിലെ ചില രാഷ്ട്രീയ പാർട്ടികളെ സ്വന്തം ആസ്തി പട്ടികയിൽ ഉൾപ്പെടുത്തിയ ശേഷമാണ് വഖഫ് ബോർഡ് മുനമ്പത്തെത്തിയത്. അല്ലായിരുന്നെങ്കിൽ മുനമ്പത്തിന്റെ കണ്ണീരിൽ ചവിട്ടിയെത്തിയ രാഷ്ട്രീയ പാർട്ടികൾ പാർലമെന്റിൽ വഖഫിലെ കയ്യേറ്റ വകുപ്പുകളെങ്കിലും തള്ളി പറയുമായിരുന്നു. ഭരണഘടനയുടെ മതേതര സ്വർണ്ണപ്പാളികളെ സംരക്ഷിക്കേണ്ടവരാണ് പാർലമെന്റ് സന്നിധാനത്തിരുന്ന് അത് പൊളിച്ചടുക്കിയത്. ഏതായാലും ഭേദഗതിയുടെ പിൻബലമില്ലാതെ തന്നെ വഖഫ് ബോർഡിന്റെ മുനമ്പത്തെ തട്ടിപ്പ് ശ്രമം കോടതി കണ്ടെത്തി. ഇത് നീതി നടപ്പാക്കാൻ സർക്കാരിന് കിട്ടിയ സുവർണാവസരമാണ്. വെച്ച് താമസിപ്പിക്കരുത്.